നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളികൾ ഇനി മീൻ കഴിക്കുന്നത് സ്വപ്നങ്ങളിൽ മാത്രമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. കാരണം കെമിക്കലുകൾ കലർന്ന മീനുകൾ ഇനി ഭക്ഷിക്കേണ്ടി വരുമോ എന്നടക്കമുള്ള സംശയങ്ങളും ആശങ്കകളും ഇപ്പോൾ മുന്നോട്ട് വരികയാണ്. മാരക വസ്തുക്കൾ ഉൾപ്പെടുന്ന 6.1 ക്ലാസ്സിൽ വരുന്നവയാണ് കൂടുതലും കപ്പലിൽ ഉള്ള കണ്ടെയ്നറിനകത്തുള്ളത്. 7 മുതൽ 12 വരെ നമ്പറുകളിലെ രാസവസ്തുക്കൾ അപകടകരമായി പൊട്ടിത്തെറിക്കുന്നവയുമാണ്. വെള്ളവുമായോ അന്തരീക്ഷമായോ നേരിട്ട് ബന്ധമുണ്ടായാൽ തീപിടിക്കാൻ വരെ ശേഷിയുള്ളവയാണ് ഇവയെന്ന് രാസവസ്തു വിദഗ്ധനും റിട്ടയർഡ് എക്സ്പ്ലോസീവ് ജോയിന്റ് ചീഫ് കൺട്രോളറുമായ ആർ വേണുഗോപാൽ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ കാര്യങ്ങൾ പറയുമ്പോൾ സ്ഫോടനശേഷിയുള്ള ലിഥിയം ബാറ്ററികൾ വൻതോതിലുണ്ട്. കീടനാശിനികൾ, തീപിടിക്കുന്ന 19 കണ്ടെയ്നർ ഖരവസ്തുക്കൾ, എഥനോൾ, അച്ചടി മെഷീൻ, പെയിന്റ്, ആൽക്കഹോൾ അടങ്ങിയ നൈട്രോ സെല്ലുലോസ് തുടങ്ങിയവയും കപ്പലിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കപ്പൽ കത്തിയാലും കണ്ടെയ്നറുകൾ മുങ്ങി കടലിൽ കലർന്നാലും നമ്മുടെ മലയാളികൾ അടക്കമുള്ള എല്ലാ ജനങ്ങൾക്കും ഭീഷണിയായി മാറുന്നുണ്ട്. ഈ കെമിക്കൽ കലർന്ന മീൻ പിടിക്കേണ്ടി വരുമോ എന്ന ആശങ്ക കൂടി ഇപ്പോൾ ജനങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ആ പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കാം. ഒരു ആശങ്കയില്ല. പക്ഷേ കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ പിടിക്കുന്ന മീന് കരക്ക് വന്നാൽ ഒരു ആശങ്കയുണ്ട്. എന്താ വെച്ചാൽ ഇവിടുത്തെ കച്ചവടക്കാർ പൊതുവായിട്ട് പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് മീന് ഈ കെമിക്കൽ കലർന്ന ആ മീനായതിനെ കൊണ്ട് വിൽപ്പനക്ക് പോകില്ല എന്നും അതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കടൽ പണിക്കാരെ കണക്കിൽ ഒരു കെമിക്കലും കടലിലേക്ക് കലരില്ല, മീനായിട്ടൊരു ബന്ധവും ഉണ്ടാവില്ല. അത് മീൻ കഴിക്കുന്നവർക്ക് അത് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാന്നുള്ളതാണ്. എന്താ വെച്ചാൽ മീനിൽ ആണ് ആളുകൾ പറയുന്നത് ഈ കെമിക്കൽ കലരുന്നു. അതൊരിക്കലും കലരില്ല, കലരാൻ സാധ്യതയില്ലേ. നമ്മൾ സാധാരണ ഒരു പച്ചവെള്ളത്തിൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ മുകളിൽ പൊന്തിക്കെടുക്കും. അതേമാതിരി തന്നെ കെമിക്കൽ മുകളിൽ ഉണ്ടാവുള്ളൂ, അല്ലാതെ നമ്മളെ താഴെ വെള്ളത്തിൽ ഉണ്ടാവില്ല കെമിക്കൽ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടെയ്നർ ഇങ്ങോട്ടേക്ക് വരുമോ, അതല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഇപ്പം മീൻ വാങ്ങിയാൽ അത് പ്രശ്നമായി മാറുമോ എന്ന ആശങ്ക സാധാരണ ജനങ്ങൾക്കുണ്ട്. അത് നിങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ? അത് ആക്കുന്നുണ്ട്. അത് തീരദേശത്ത് പൊതുവെ വറുതിയാണ്. ആ വറുതി നമുക്ക് ഇതും കൂടി ആകുമ്പോൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരും. ആ അനുഭവം നമുക്ക് താങ്ങാൻ കഴിയില്ല. എന്ന് വെച്ചാൽ കടൽ പണിക്കാർ ആകെ ഒരു 10 റുപ്യ കൂടുതൽ കിട്ടുന്ന സമയമാണിത്. തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ, അതായത് ഇപ്പോ ബേപ്പൂരിൽ നടക്കുന്നത് തികച്ചും ഒരു നമുക്ക് ആശങ്ക ഉളവാക്കുന്നത് തന്നെയാണ്. എന്ന് വെച്ചാൽ അവരുടെ പാക്കിംഗ് ലിസ്റ്റ്, കണ്ടെയ്നർ പാക്കിംഗ് ലിസ്റ്റ് പ്രകാരം ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് അതിൻ്റെ അകത്തുണ്ട്. ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഗസ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ രാത്രി ആ കത്തുന്നതിന്റെ നേച്ചർ കണ്ടപ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ ചുമ്മാ പറഞ്ഞാണ്, ഇറ്റ് ഈസ് ലൈക്ലി ഡിഫിക്കൽട്ട് ആണ് ഇത് കണ്ടെയ്നർ ഈ ഫയർ കണ്ടെയ്ൻ ചെയ്യാനായിട്ട്. ബേസിക്കലി അതിന്റെ ഇന്റൻസിറ്റി കൂടുന്നതല്ലാതെ കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് നോക്കിയപ്പോഴും സെയിം ഇഷ്യൂ ആണ്, അത് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്തുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കണ്ടെയ്നേഴ്സ് താഴേക്ക് വീണിട്ടുണ്ട് ഓൾറെഡി. വളരെ വളരെ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത് ഇപ്പൊ ഓഫ് ഷോർ ഒരു 80 നോട്ടിക്കൽ മൈൽസ് എന്ന് പറയുമ്പോഴേക്കും അറൌണ്ട് ഒരു 150 കിലോമീറ്റേഴ്സ് അവയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ കോൺസെൻട്രേഷൻ പ്ലൂംസ് ഒക്കെ നമ്മളുടെ ഒരു കോസ്റ്റൽ ലൈനിലേക്ക് എത്തുമ്പോഴേക്കും വളരെ ഡൈല്യൂട്ടഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കടലിൽ വീഴുന്ന മെറ്റീരിയൽസ്, അതിൽ ടോക്സിക് മെറ്റീരിയൽസ് ഉണ്ട്. അത് കരയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യേകത കടലിൽ എന്ന് വെച്ചാൽ കടലിൽ എപ്പോഴും വേലിയേറ്റം വേലിയിറക്കം, അണ്ടർ കറൻസ് ഉണ്ട്, അടിയൊഴുക്കുണ്ട്, മോളിൽ കൂടെയുള്ള കറൻസ് ഉണ്ട്. ഇതൊക്കെ കൊണ്ട് കടലിൽ വീഴുന്ന എന്തൊരു സാധനവും ഡൈല്യൂട്ട് ചെയ്യപ്പെടും. അപ്പൊ ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു വളരെ ഹൈ കോൺസെൻട്രേഷനിൽ ഒരു ഓർഗാനിസത്തിൽ റീച്ച് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ പല സാധനങ്ങളിലും ഒരു ട്രോഫിക് ചെയിൻ, അതായത് നമ്മളെല്ലാവരും ഭക്ഷ്യ ശൃംഖലയിൽ കണക്റ്റഡ് ആണ്. ചെറിയ പ്ലവകങ്ങൾ തൊട്ട് കുഞ്ഞു മീനുകൾ തൊട്ട് വലിയ മീൻ തൊട്ട് മറ്റ് മനുഷ്യർ വരെ എല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ ഈ ചെറിയ ഭക്ഷ്യ ശൃംഖലയിൽ കൂടി ഹൈ ടോക്സിസിറ്റിയിൽ ഒരു ഹ്യൂമൻ കൺസ്യൂമറിലോ ഇല്ലെങ്കിൽ ഹയർ ലെവൽ കൺസ്യൂമറിൽ എത്താനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അത് പക്ഷെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അത് കുറച്ച് സമയം എടുത്തേ അത് ഡെവലപ്പ് ചെയ്യുള്ളൂ. പക്ഷെ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ അവിടെ കലർന്നിട്ടുള്ള സാമ്പിളുകൾ തന്നെ എടുക്കേണ്ട അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ കടലിൽ പെട്ടെന്ന് ഇത് ഡൈല്യൂട്ട് ചെയ്യപ്പെടും. അപ്പൊ ഈ ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്ന ഇമ്മീഡിയറ്റ് വിസിനിറ്റിയിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്യണം. അതെന്താണ് അതിന്റെ ടോക്സിക് മെറ്റീരിയൽസ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അനലിറ്റിക്കൽ ടൂൾസ് ഉണ്ട്, LCMS എന്നൊക്കെ പറയുന്ന വളരെ അഡ്വാൻസ്ഡ് ടൂൾസ് ഉണ്ട്. അത് വെച്ച് ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ ലാബുകൾ, മത്സ്യ
ഗവേഷണത്തിലും സമുദ്ര ഗവേഷണത്തിലൊക്കെ ഏർപ്പെട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇന്ത്യക്ക് നല്ല കേപ്പബിലിറ്റി അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അവര് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള സ്റ്റഡീസ് ഇനിഷ്യേറ്റ് ചെയ്യണം. അതായത് ഇതിന്റെ അകത്ത് നമ്മൾക്ക് മനസ്സിലാക്കണം, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സാമ്പിൾ എടുക്കണം. ഇമ്മീഡിയറ്റ് ആയിട്ട് സാമ്പിൾ എടുത്തില്ലെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇത് ഡൈല്യൂട്ട് ചെയ്യപ്പെടുകയും ചിലപ്പോൾ സാമ്പിൾസിന്റെ അകത്ത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത ലോ ലെവൽ കോൺസെൻട്രേഷനിലേക്ക് പോകാം. 0.1 ppm ആണെങ്കിൽ ഒരു മനുഷ്യനിലെത്തുമ്പോൾ ചിലപ്പോൾ 1000 ppm വരെ ആകാം. ഇതൊക്കെയാണ് ഇത് മനുഷ്യനിലും ഇതിലും ടോക്സിസിറ്റി ഉണ്ടാക്കുന്ന ഇല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ലിറ്ററേച്ചർ അവൈലബിൾ ആയിരിക്കും. ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളെ കുറിച്ചുമുള്ള റിസർച്ചും ഗവേഷണവും ലിറ്ററേച്ചറും അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇത് ആദ്യം ഇതെന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ അതിനെ ലിറ്ററേച്ചർ വെച്ചിട്ട് ഇത് ടോക്സിക് ആയിട്ട് മനുഷ്യനെ റീച്ച് ചെയ്യാൻ ബിൽഡപ്പ് ചെയ്യാൻ സാധ്യതയുള്ളതാണെങ്കിൽ അതിന് എത്ര ടൈം എടുക്കും എന്നുള്ളത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സ്റ്റഡീസും അതിന്റെ മോഡൽസ് ഒക്കെ ഉണ്ട്. പല മോഡൽസും ഉണ്ട്, എങ്ങനെ ബിൽഡപ്പ് വരാം, എത്ര സമയം കൊണ്ട് ബിൽഡപ്പ് വരാം. ഓക്കെ, ഇതിന്റെ അകത്ത് പറയാവുന്നത് ആക്ച്വലി മെറീൻ പൊല്യൂഷനിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ ഏറ്റവും ഗുരുതരമായിട്ട് കാണപ്പെടുന്നത് എപ്പോഴും ഓയിൽ പൊല്യൂഷനും ഓയിൽ പൊല്യൂഷന്റെ കേസിൽ എന്ന് വെച്ചാൽ ഓയിൽ ഫ്ലോട്ട് ചെയ്യുന്ന ഓയിൽ എയറിൽ നിന്നുള്ള ഇന്ററാക്ഷൻ കട്ട് ചെയ്യും. താഴേക്ക് സിങ്ക് ചെയ്യുന്ന ഓയിൽ താഴെയുള്ള ജീവികളുടെ മേളിൽ വീണിട്ട് അതിനെല്ലാം കൊന്നുകളയും. പിന്നെ അത് ഗ്രാജുവൽ ആയിട്ട് സീബേഡ്സിനെ അഫക്ട് ചെയ്യും. അപ്പൊ ഓയിലാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ. വളരെ ഡീപ്പായിട്ടുള്ള 1000 meters 2000 meters ചാനൽസിലാണ് ഇത് സിങ്ക് ചെയ്തു പോവുക. അവിടുന്ന് ഒരു റിട്രീവിങ്ങും ഒന്നും നടത്തുന്നില്ല. സിംപ്ലി കടലിന്റെ ഒരു ഇനോർമസ് വോളിയം വെച്ചിട്ട് അത് ഡൈല്യൂട്ട് ചെയ്യപ്പെടുകയും അതിൽ നിന്ന് വലിയ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിലേക്ക് മനുഷ്യരെ എത്താതിരിക്കുകയാണ് ചെയ്യുന്നത്.